ഇനി ഒരു അപകട വാർത്ത വരുന്നത് അത് തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ ചാലക്കുടി മുരിങ്ങൂരിൽ കാറ് കുഴിയിൽ വീണ് ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലേക്കാണ് ഈ കാറ് വീണത്. കാറിലുണ്ടായിരുന്ന 2 യാത്രക്കാർക്കും പരിക്കുകളില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. ലെവിൻ കെ വിജയൻ. ലെവിൻ, ഗുഡ് മോർണിംഗ്. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ്. പക്ഷേ ആ അപകടം, ഈ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതുമാണ്. ഈ വാഹനം പുറത്തെത്തിക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയോ? ഗുഡ് മോർണിംഗ്. വാഹനം പുറത്തെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് എത്തി അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 4:30 അപകടം ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഈ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിൽപ്പന നടത്തുന്ന മനു എന്ന് പറയുന്ന ആളും തൃശൂർ ചെമ്പൂക്കാവ് സ്വദേശിയായ വത്സനുമായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. മനുവിന്റെ കയ്യിൽ നിന്നും കാർ വാങ്ങി തൃശ്ശൂരിലെ വീട്ടിലേക്ക് എത്തിക്കുന്നതിനിടെ മുരിങ്ങൂരിൽ വെച്ച് ഇവർ സഞ്ചരിച്ചപ്പോൾ പുലർച്ചെ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. ആ ചാറ്റൽ മഴ സമയത്ത് ഇവർ സഞ്ചരിച്ചപ്പോൾ മുന്നിൽ പോയ വാഹനം ബ്രേക്ക് ഇടുകയും പിന്നാലെ എത്തിയ മനു ഓടിച്ചിരുന്ന കാറ് സഡൻ ബ്രേക്ക് ചെയ്യുകയുമായിരുന്നു. അപ്പോൾ വാഹനം റോഡിൽ നിന്നും തെന്നി റോഡിലെ സമീപത്ത് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനായി അടിപ്പാതയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന അപ്രോച്ച് റോഡിന്റെയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച കുഴിയിലേക്കും അതൊരു തോട് പോലെ രൂപം മാറിയിട്ടുണ്ട്. നീളത്തിലുള്ള കുഴി മഴവെള്ളം നിറഞ്ഞ് തോടിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ കുഴിയിലേക്ക് പതിക്കുകയായിരുന്നു. ഈ വെള്ളത്തിൽ വീണ കാറിൽ നിന്നും മനു ആദ്യം പുറത്തിറങ്ങുകയും പിന്നാലെ കൂടെ ഉണ്ടായിരുന്ന വത്സനായ സഹയാത്രികനെ കാറിന് പുറത്തേക്ക് എടുത്ത് രക്ഷപ്പെടുത്തുകയുമായിരുന്നു. ഏതായാലും അപകടത്തിൽ 2 പേർക്കും കാര്യമായ പരിക്കുകളൊന്നുമില്ല. വത്സനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും പരിക്കുകളോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി പരിശോധനകളും മറ്റും നടത്തുകയാണ്. ഈ കാർ പുറത്തേക്ക് എടുക്കാനുള്ള നീക്കങ്ങളാണ് ഇനിയുള്ളത്. ചെയ്തു. ഓക്കെ ലെവിൻ, വ്യക്തമാണ്. സോ ആ കാറ് കിടക്കുന്നത്, കാറ് അങ്ങ് നമ്മൾ കണ്ടാൽ ചിലപ്പോൾ ഈ ക്ലോസ് വിഷ്വലൊക്കെ കാണുമ്പോഴത്തേനും ഏതെങ്കിലും ഈ ചെറിയ തോടോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ റോഡിന് വേണ്ടി എടുത്തൊരു കുഴിയാണ്. മഴവെള്ളമൊക്കെ വീണിട്ട് അത് ഒരു വലിയൊരു ഭാഗമായിട്ട് വന്നിരിക്കുന്നത്, അല്ലെ? ഒരു വലിയ പോർഷൻ തന്നെ ഉണ്ടത്. അപ്പോൾ ആർക്കും പരിക്ക് പറ്റിയില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യം.